ഹൈ ഓൾ വെൽക്കം ബാക്ക്. നമുക്കിന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം ഫോർ ടേം 1 എക്സാം. ഇതും നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ CBSE റിലീസ് ചെയ്ത അതേ ഫോമാറ്റിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1 നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ക്വസ്റ്റ്യൻ ആയി വിചാരിക്കുന്നു. ഹു എമംഗ് ദ ഫോളോയിങ് സെഡ് വെൻ ഫ്രാൻസ് നീസസ് ദ റെസ്റ്റ് ഓഫ് യൂറോപ്പ് ക്യാച്ചസ് കോൾഡ്? അറിയാമല്ലോ എല്ലാവർക്കും. ഇവിടെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, മെറ്റേണിച്ച്. ഡ്യൂക്ക് മെറ്റേണിച്ച് ആണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത്. ആൻഡ് ഹി വാസ് ദ റൂളർ ഓഫ് ഓസ്ട്രിയ. ഓസ്ട്രിയയുടെ ഡ്യൂക്കായിരുന്നു നമുക്കറിയാം. മാത്രമല്ല ഹി ഹോസ്റ്റഡ് ദ വിയന്ന കോൺഗ്രസ്. അപ്പോൾ ഒരുപാട് ഫാക്ട് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2. ഐഡൻറ്റിഫൈ ദ ജർമ്മൻ ഫിലോസഫർ ഹു ക്ലെയിം ദാറ്റ് ദ ജർമ്മൻ കൾച്ചർ വാസ് ടു ബി ഡിസ്കവേർഡ് എമംഗ് ദ കോമൺ പീപ്പിൾ. നമ്മൾ പഠിച്ച ഇത് ടോപ്പിക്കിൻ്റെ ഭാഗമായിട്ടായിരുന്നു, ഓർക്കുന്നുണ്ടായിരിക്കും, അണ്ടർ റൊമാൻറ്റിസിസം. ആരാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത്? ലൂയി ഫിലിപ്പാണോ, കരോൾ ക്രൂപ്പിൻസ്കി ആണോ, ഗ്രിം ബ്രദേഴ്സ് ആണോ, ഓർ ജോഹാൻ ഗോഡ്ഫ്രൈഡ്? എന്നൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ജോഹാൻ ഗോഡ്ഫ്രൈഡ് ആണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. ഇതേ വ്യക്തി തന്നെയാണ് ആ ഒരു കോമൺ പീപ്പിളിനെ ഡാസ്ബോക്ക് എന്ന ആ ഒരു പേരും കൊടുത്തിട്ടുണ്ടായിരുന്നത്. Now, question number 3. It's also from history. The Italian princely house of Sardinia Piedmont was ruled by. നമ്മൾ പറഞ്ഞ കാര്യമായിരുന്നു, ഒരേ ഒരു സ്റ്റേറ്റ് മാത്രമായിരുന്നു ഒരു ഇറ്റാലിയൻ പ്രിൻസ്ലി സ്റ്റേറ്റിൻ്റെ കീഴിലുണ്ടായിരുന്നത്. അതായിരുന്നു സർഡീനിയ പീഡ്മണ്ട്. അത് റൂൾ ചെയ്യുന്ന ഒരു കിങ് ആരായിരുന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൗണ്ട് കേവർ ആണോ, വിക്ടറി മാനിലാണോ, ഒട്ടോൻ ബിസ്മാർക്ക് ആണോ, ഓ കിങ് കൈസർ വില്യം I ആണോ? ഇതും ഒരു ഈസി ക്വസ്റ്റൻ ആയിരുന്നു. കിങ് വിക്ടർ ഇമ്മാനുവൽ II ആണ് കറക്റ്റ് ആൻസർ. ഇതിൻ്റെ ഒന്നും ആൻസർ അറിയാത്തവർ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ഒരു ടോപ്പിക് ഉൾപ്പെടുന്ന ഒരു വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കുക. അല്ലാതെ ഈ ക്വസ്റ്റ്യൻ ബൈഹാർട്ട് ചെയ്ത് പോകരുത്. നിങ്ങൾക്ക് ഏരിയ ഫുള്ളായിട്ട് മനസ്സിലായിരിക്കണം. Now, question number 4. The Scottish Highland were forbidden to speak their Danish language or wear their national dress. നമ്മൾ പഠിച്ചതായിരുന്നു ആസ് എ പാർട്ട് ഓഫ് ബ്രിട്ടീഷ് യൂണിഫിക്കേഷൻ അല്ലേ. ഈ ഒരു സ്കോട്ടിഷുകാരുടെ അവർക്ക് ചില കാര്യത്തിൽ അവരൊരു പ്രൊഹിബിഷൻ കൊണ്ടുവന്നു. ഏതൊക്കെയായിരുന്നു? അവരുടെ പ്രത്യേകിച്ച് അവർ സംസാരിച്ചിരുന്ന ഒരു ലാംഗ്വേജ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ വന്നു. ആ ലാംഗ്വേജിൻ്റെ പേരായിരുന്നു ഗെയിലിക് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 5. ഐഡൻറ്റിഫൈ ദ ഒബ്ജക്ട്സ് ഓർ സിംബൽസ് റെപ്രസെൻറ്റിംഗ് ദ ഫ്രഞ്ച് റവല്യൂഷൻ. ഇവിടെ നിങ്ങൾ മാറിപ്പോരുത്. നമ്മൾ ഈ നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന ചാപ്റ്ററിൽ കുറച്ച് സിംബൽസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ചോദിച്ചത് ഫ്രഞ്ച് റവല്യൂഷനുമായി റിലേറ്റ് ചെയ്ത് വരുന്ന സിംബൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. സ്വോർഡ്, ക്രോൺ ഓഫ് ഓക്ക് ലീവ്സ്. എന്തായാലും അതല്ല, നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത കാര്യമായിരുന്നു. ഇതെല്ലാം ജർമ്മനിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. ദെൻ ബ്രസ്റ്റ് പ്ലേസ് വിത്ത് ഈഗിൾ, റേസ് ഓഫ് റൈസിംഗ് സൺ, അതുമല്ല. ട്രൈ കളർ ഫ്ലാഗ് മീൻസ് ബ്ലാക്ക്, റെഡ് ആൻഡ് ഗോൾഡ്. ഇതെല്ലാം ഫ്രാൻസുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളല്ല. ചെയ്ത ലാസ്റ്റ് ഓപ്ഷൻ റെഡ് ക്യാപ്പ് ആൻഡ് ബ്രോക്കൺ ചെയിൻ. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ട് ഓർക്കുന്നുണ്ടായിരിക്കും. ഇനി ഗ്രേഡ് 9 നിങ്ങൾക്കൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, നെയിം ഫ്രഞ്ച് റവല്യൂഷൻ അല്ലേ. അതിൽ നിങ്ങൾക്കൊരു പേജ് നിറയെ, ഒരു 2 പേജ് നിറയെ ഒരുപാട് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു വിത്ത് മീനിങ്. അപ്പോൾ അതിൽ വരുന്നതായിരുന്നു റെഡ് ക്യാപ്പ്, അതുപോലെ ബ്രോക്കൺ ചെയിനുമെല്ലാം. സോ ഇതാണ് കറക്റ്റ് ആൻസർ. കാരണം ചോദിച്ചിരിക്കുന്ന ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട് വരുന്ന സിമ്പിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 6. ചൂസ് ദ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ അബൌട്ട് ദ ക്രോപ്സ് ആൻഡ് ദ ഏരിയാസ് ദേ ആർ ഗ്രോയിങ്. ഇതിൽ ഓർക്കണം, നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടാണ്. പലപ്പോഴും ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു പോകാത്ത കാരണം ചിലപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കറക്റ്റ്ലി എന്നുള്ള ഇൻകറക്റ്റ്ലി വായിക്കും, നേരെ തിരിച്ച് വായിക്കും. ശ്രദ്ധിക്കണം. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള പേര് മാത്രം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. റബ്ബർ കർണാടക നമുക്കറിയാലോ. റബ്ബർ കർണാടകയാണോ? അല്ല. നമുക്കറിയാം റബ്ബർ എന്ന് പറയുന്നത് കൂടുതൽ വരുന്ന എവിടെയാണ്? കേരളത്തിലാണ്. സോ ദാറ്റ്സ് റോങ്. ഷുഗർ കെയിൻ ആസാം അല്ല. നമുക്കറിയാം ആസാമിൽ വരുന്ന മറ്റ് പ്ലാന്റേഷൻ ക്രോപ്പിൻ്റെ കാര്യത്തിലാണ് വരുന്നത്. കോഫി വെസ്റ്റ് ബംഗാൾ, അത് നമുക്കറിയാം അല്ല. കോഫി കൂടുതലായിട്ട് വരുന്നത് ഒരിക്കലും വെസ്റ്റ് ബംഗാളിലല്ല. ദെൻ വീറ്റ് ആൻഡ് പഞ്ചാബ്, ദാറ്റ്സ് കറക്റ്റ്. വീറ്റ് കൂടുതൽ വരുന്നത് പഞ്ചാബിലാണ്. സോ ഓപ്ഷൻ ഡി ആണ് അവിടെ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 7. ഇത് നമ്മുടെ ജോഗ്രഫി ചാപ്റ്ററിൽ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യനാണ്. എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ വിചാരിക്കുന്നു. മെറ്റീരിയൽസ് ഇൻ ദ എൻവയോൺമെൻറ്റ് വിച്ച് ഹാവ് ദ പൊട്ടൻഷ്യൽ ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ നീഡ്സ് ബട്ട് ഹ്യൂമൻ ബീയിങ്സ് ഡു നോട്ട് ഹാവ് അപ്രോപ്രിയേറ്റ് ടെക്നോളജി ടു ആക്സസ് ദം ഓർ കോൾഡ്. പൊട്ടൻഷ്യൽ റിസോഴ്സ് ആണോ, സ്റ്റോക്ക് ആണോ, ഡെവലപ്ഡ് റിസോഴ്സ് ആണോ, റിസർവ്സ് ആണോ? ഈസി ക്വസ്റ്റ്യൻ വിചാരിക്കുന്നു. ഫസ്റ്റ് ചാപ്റ്റർ തന്നെ ആയിരുന്നു ഇത്. എല്ലാവരും പഠിച്ച് കഴിഞ്ഞിട്ടെന്ന് വിചാരിക്കുന്നു. കറക്റ്റ് ആൻസർ സ്റ്റോക്കാണിത്. അറിയാത്തവർ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കാം. ഇനി ഈ ഒരു 8th ക്വസ്റ്റ്യനും അതേ ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യനാണ്. ഇന്ത്യാസ് ടെറിട്ടോറിയൽ വാട്ടർ എക്സ്റ്റെൻസ് അപ് ടു എ ഡിസ്റ്റൻസ് ഓഫ് 12 കിലോമീറ്റർ, 12 nautical mile,
19.2 മൈൽ 200 നോട്ടിക്കൽ മൈൽ. അറിയുന്ന ആൻസർ വിചാരിക്കുന്നു. 12 നോട്ടിക്കൽ മൈലാണ്. ഇതിനെല്ലാം എക്സ്പ്ലനേഷൻ നമ്മൾ ഫസ്റ്റ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന എക്സ്പ്ലനേഷൻ അല്ല, ജസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം ഡിസ്കസ് ചെയ്ത് പോവുകയാണ് വിത്ത് ബ്രീഫ് എക്സ്പ്ലനേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 9 ഫ്രം സിവിക്സ്. വിച്ച് ഈസ് ദ സ്റ്റേറ്റ് റിലീജിയൻ ഓഫ് ശ്രീലങ്ക? ബുദ്ധിസം, ജൈനിസം, മുസ്ലിം എന്നല്ല വരിക, ഇസ്ലാം ഓർ ക്രിസ്ത്യാനിറ്റി. നമുക്കറിയുന്ന കാര്യമാണല്ലോ. റൂളേഴ്സ് അവിടെ ഒരു റിലീജിയന് മാത്രം അവർ ഇമ്പോർട്ടൻസ് കൊടുത്തു, അതിനെ ഫോസ്റ്റർ ചെയ്തു. അതുകൊണ്ടാണ് അവിടെ പിന്നീട് ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉണ്ടായിരുന്നു. സോ നമുക്കറിയാം കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ബുദ്ധിസമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 10. ദ മെയിൻ കോസ് ഓഫ് ലാൻഡ് ഡിഗ്രഡേഷൻ ഇൻ, ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് അതേ ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇൻ പഞ്ചാബ്, ഹരിയാന ആൻഡ് വെസ്റ്റേൺ ഉത്തർപ്രദേശ്. നമുക്കറിയാം ഈ സ്റ്റേറ്റിലെല്ലാം ആളുകളുടെ മെയിൻ ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത് അഗ്രികൾച്ചറാണ്. സോ അവർ ഒരുപാട് ഇറിഗേഷൻ യൂസ് ചെയ്യുന്നുണ്ട് അവിടെ. സോ ഓവർ ഇറിഗേഷനാണ് ഈ 3 സ്റ്റേറ്റിലെയും ലാൻഡ് ഡിഗ്രഡേഷൻ്റെ മെയിൻ റീസൺ. ക്വസ്റ്റ്യൻ നമ്പർ 11 ഫ്രം സിവിക്സ്. Who has the power to interpret the constitution and the powers of the different levels of government? കോൺസ്റ്റിറ്റ്യൂഷനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും ഓരോ ലെവലിലും ഏത് രീതിയിലാണ് പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അതോറിറ്റി ആരാണ്? ലെജിസ്ലേച്ചർ ആണോ, എക്സിക്യൂട്ടീവ് ആണോ, കോർട്സ് ആണോ, ഓർ ഓൾ ഓഫ് ദ എബോ? നമുക്കറിയാം ഒരിക്കലും ഓൾ ഓഫ് ദ എബോ അല്ല. ഇതിലെ കോർട്ട് അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് തരാവുന്ന മറ്റൊരു ടേമാണ് ജുഡീഷ്യറി. ബോത്ത് ആർ സെയിം. കോർട്ട് അല്ലെങ്കിൽ ജുഡീഷ്യറിക്കാണ് ഈ പറയുന്ന പവേഴ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 12. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് ഡീസെൻട്രലൈസേഷൻ? നമ്മൾ ഇതിനെപ്പറ്റി ഒരുപാട് പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്തായിരുന്നു അബൌട്ട് ഡീസെൻട്രലൈസേഷൻ. ഇവിടെ നിങ്ങൾ കറക്റ്റായി വരുന്ന പോയിൻറ്റ്സ് മാത്രമാണ് അവിടെ നിങ്ങൾ പിക്ക് ചെയ്യേണ്ടത്. നമുക്കിതിൽ ഓരോ പോയിൻ്റായിട്ട് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഇലക്ഷൻ ടു ലോക്കൽ ഗവൺമെൻറ് ആർ നോട്ട് ഹെൽഡ് റെഗുലർലി. ദാറ്റ്സ് റോങ്. കാരണം നമുക്കറിയാം ഡീസെൻട്രലൈസേഷൻ ആക്ടിന് മുമ്പായിരുന്നെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആയിരുന്നു. ബട്ട് ആഫ്റ്റർ ഡീസെൻട്രലൈസേഷൻ ആക്ട് ഇപ്പോൾ ഇലക്ഷൻ എല്ലാം റെഗുലറായി നടക്കുന്നുണ്ട്. സോ ദാറ്റ്സ് റോങ്. നൗ പോയിന്റ് നമ്പർ 2, പീപ്പിൾ അറ്റ് ദ ലോക്കൽ ലെവൽ ഡു നോട്ട് നോ ഹൗ ടു റിസോൾവ് ദെയർ ഇഷ്യൂസ്. നമുക്കറിയാം അത് റോങ് ആണ്. നമ്മൾ പഠിച്ച പോയിന്റ് എങ്ങനെയായിരുന്നു? നമുക്ക് പല ഇഷ്യൂസും ലോക്കൽ ലെവലിൽ തന്നെ നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദേ ഡു നോട്ട് നോ എന്നാണ്. അപ്പോൾ അതും റോങ് ആണ്. നൗ സി, ലോക്കൽ ഗവൺമെൻറ് ഈസ് ദ ബെസ്റ്റ് വേ ടു റിയലൈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡെമോക്രസി. ദാറ്റ്സ് കറക്റ്റ് അല്ലേ? കാരണം എന്താ, ഇവിടെ നമുക്കറിയാം ആളുകൾക്ക് പീപ്പിൾ ക്യാൻ ഡയറക്റ്റ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ഡെമോക്രസി. അവിടെ നമുക്കറിയാം ദർ ഇസ് വൺ തിങ് നോൺ ആസ് ഗ്രാമസഭ. ഈ ഗ്രാമസഭയിലെല്ലാം ആളുകൾക്ക് അവിടെ ഡയറക്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അവരുടെ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാനും പറ്റുന്നുണ്ട്. സോ ദാറ്റ്സ് കറക്റ്റ്. ഇനി ലോക്കൽ ഗവൺമെൻറ്റ്സ് ഡു നോട്ട് ഹാവ് എനി പവർ ഓർ റിസോഴ്സ്. നമുക്കറിയാം അത് റോങ് ആണ്. കാരണം ഇന്ത്യ ഒരു ഫെഡറൽ നേഷൻ ആയതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും യൂണിയൻ ഗവൺമെൻറ്റും ഒരുപാട് ഫണ്ടുകൾ ഈ ലോക്കൽ ഗവൺമെൻറ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യണം. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 13. ഐഡൻറ്റിഫൈ ദ ഒബ്ജക്റ്റീവ്സ് ദാറ്റ് കംസ് അണ്ടർ ദ ഡ്യുവൽ ഫോം ഓഫ് ഫെഡറലിസം. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഫെഡറലിസത്തിൻ്റെ ഡ്യുവൽ ഒബ്ജക്റ്റീവ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ് വരുന്നത് അവിടെ? നിങ്ങൾ ജസ്റ്റ് ഞാൻ എല്ലാം വായിക്കുന്നില്ല, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലോങ് ആയി പോകും. നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് ഒന്ന് ചിന്തിച്ച് നോക്കുക, എന്നിട്ട് പ്ലേ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കറിയാം ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ടു സേഫ് ഗാർഡ് ആൻഡ് പ്രൊമോട്ട് യൂണിറ്റി ഓഫ് ദ കൺട്രി. ഇത് രണ്ടുമാണ് ഈ ഫെഡറലിസത്തിന് ഡ്യുവൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ വീഡിയോയിൽ, ആ ക്ലാസ്സിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 14. വിച്ച് സബ്ജക്ട്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി കൺകറന്റ് ലിസ്റ്റ്? വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. നാഷണൽ ഇമ്പോർട്ടൻസ് ആണോ, ലോക്കൽ ഇമ്പോർട്ടൻസ് ആണോ, ഓർ ബോത്ത് നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ഇമ്പോർട്ടൻസ്? നമുക്കറിയാം ഒരിക്കലും നോട്ടില്ല, നൺ ഓഫ് ദി എബോവ് അല്ല വരിക അവിടെ. നമുക്കറിയാം കൺകറന്റ് എന്ന് പറയുന്നത് അവിടെ സ്റ്റേറ്റിനും അതുപോലെ യൂണിയൻ ഗവൺമെൻറ്റിനും അല്ലെങ്കിൽ നാഷണൽ ഇവിടെ നാഷണൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഇറ്റ് മീൻസ് യൂണിയൻ ഗവൺമെൻറ്, അതർവൈസ് നോൺ ആസ് സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ ഈ നമുക്കറിയാവുന്ന കാര്യമാണല്ലോ, സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഒരുപോലെ റോള് വരുന്ന ലിസ്റ്റാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 15. ഇൻ ഡാഷ് ഫെഡറേഷൻസ് ദ സെൻട്രൽ ഗവൺമെൻറ് ടെൻസ് ടു ബി മോർ പവർഫുൾ വിസാവി ദ സ്റ്റേറ്റ്സ്. നമുക്കറിയാം നമ്മൾ രണ്ട് കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു, ഹോൾഡിംഗ് ടുഗദർ ഫെഡറലിസം അതുപോലെ കമ്മിങ് ടുഗദർ ഫെഡറലിസം. ഇതിൽ ഏത് ടൈപ്പ് ഓഫ് ഫെഡറലിസത്തിലാണ് സെൻട്രൽ ഗവൺമെൻറ്റിന് കൂടുതൽ പവേഴ്സ് വരുന്നത് ദാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്? നമുക്കറിയാം ഇറ്റ് ഈസ് ഹോൾഡിംഗ് ടുഗദർ ഫെഡറലിസം. നൗ ക്വസ്റ്റ്യൻ നമ്പർ 16. Okay, next one.
വാട്ട് ഈസ് ദ റൂറൽ ലോക്കൽ ഗവൺമെൻറ് പോപ്പുലർലി നോൺ ആസ്? നമുക്ക് ലോക്കൽ ബോഡീസിൽ ഒരു ഗവൺമെൻറ് ഉണ്ട്. ആ ഗവൺമെൻറ് പോപ്പുലർ അറിയപ്പെടുന്ന പേരെന്താണ്? പഞ്ചായത്ത് രാജാണോ, ജില്ലാ പരിഷത്താണോ, ഗ്രാമസഭയാണോ, പഞ്ചായത്ത് സമിതി? നമുക്കറിയാം ഈ അവസാനത്തെ മൂന്നെണ്ണം BCD എന്ന് പറയുന്നത് ഈ ലോക്കൽ ബോഡീസിൻ്റെ സെപ്പറേറ്റ് ലെവൽസിൻ്റെ നെയിംസാണ്. ബട്ട് ദേ ടുഗെദർ നോൺ ആസ് വാട്ട്? പഞ്ചായത്തി രാജ്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ A ആണ്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 17. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻക്ലൂഡ്സ് ഫോറിൻ അഫയേഴ്സ്? ഏത് ലിസ്റ്റിലാണ് വരുന്നത്? യൂണിയൻ ലിസ്റ്റിലാണോ, സ്റ്റേറ്റ് ലിസ്റ്റിലാണോ, കൺകറൻറ്റ് ലിസ്റ്റിലാണോ? നമുക്കറിയാം ഈ ഫോറിൻ അഫയേഴ്സ് ഒക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്ററാണ്. ഡിഫൻസ്, ഫോറിൻ അഫയേഴ്സ് എല്ലാം ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സാണ്. സോ ഇറ്റ് കംസ് അണ്ടർ യൂണിയൻ ലിസ്റ്റ് ഓൺലി. Question number 18. Goods produced need to be transported by trucks or trains and then sold in wholesale and retail shops. Which of the following sectors do these activities typify? അതായത് ഏത് സെക്ടറിലാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്? അതായത് ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം ഏത് സെക്ടറാണ് ചെയ്യുന്നത്? നമുക്കറിയാം, പ്രത്യേകിച്ച് ഓപ്ഷൻ ആവശ്യമില്ല. ഇറ്റ് ഈസ് ഡൺ ബൈ ടെറിഷറി സെക്ടർ. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് സർവീസ് സെക്ടർ. Question number 19. Which of the following sectors has become so important due to the rise in income levels of people? പഠിച്ച കാര്യമായിരുന്നല്ലോ. ഇതിൽ ഏത് സെക്ടറിനാണ് ആളുകളുടെ ഇൻകം ലെവൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്? അപ്പോൾ ഏത് സെക്ടറിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൂടിക്കൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം അതും ടെറിഷറി സെക്ടറാണ്. കാരണം പീപ്പിൾ ഡിമാൻഡിങ് ഫോർ മോർ സർവീസസ് നവഡേയ്സ്. ഓക്കെ, now question number 20. Underemployment occurs when people do not want to work, are working in a lazy manner, are working less than what they are capable of doing, are not paid for their work. നമുക്കറിയാം ഒരിക്കലും അവർ ലേസി ആയതുകൊണ്ടല്ല, അവർക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, അത് പേയ്മെൻറ്റ് കിട്ടാത്തതുകൊണ്ടല്ല. കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ C ആണ്. ആർ വർക്കിംഗ് ലെസ് ദാൻ വാട്ട് ദേ ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ്. ഓക്കെ, now question number 21. Which of the following statement is incorrect? കറക്റ്റ് അല്ല എന്ന് ഓർക്കുക. ഇവിടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചൂസ് ചെയ്യേണ്ടത്. നമുക്ക് ഓരോന്നായിട്ട് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ഫ്രം എക്കണോമിക്സ്. ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ആർ യൂസ്ഡ് അപ്പ് ഇൻ പ്രൊഡ്യൂസിങ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ്. നമുക്കറിയുന്ന കാര്യമാണല്ലോ, നമ്മൾ ഒരുപാട് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബിസ്ക്കറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവിടെ എന്തെല്ലാം യൂസ് ചെയ്യുന്നൊക്കെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇൻ ഷോർട്ട്, നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് കറക്റ്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫുള്ളി കറക്റ്റ്. നൗ second one, the value of final goods already includes the value of all the intermediate goods that are used in making the final good. അത് നമുക്കറിയുന്ന കാര്യമാണല്ലോ. നമ്മളൊരു ഫൈനൽ ഗുഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിലും നമ്മൾ ഓൾറെഡി എന്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും? അതിൽ യൂസ് ചെയ്യുന്ന ഇൻ്റർമീഡിയറ്റ് ഗുഡിൻ്റെ വാല്യൂ കൂടി നമ്മൾ ഓൾറെഡി അവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ഇൻക്ലൂഡഡ് ആണ് അതിൽ. സോ ദിസ് ഓപ്ഷൻ ആൾസോ കറക്റ്റ്. നൗ ദ ലാസ്റ്റ് വൺ. ഇൻ ഇന്ത്യ ദി മാമത്ത് ടാസ്ക്. ഈ മാമത്ത് ടാസ്ക് എന്ന് പറയുന്നത് ഒരു വലിയൊരു ടാസ്ക്. അത് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ഹെർക്കൂലിയൻ ടാസ്ക് എന്നൊക്കെ. അതുപോലെ വളരെ ഒരുപാട് എഫേർട്ട് വേണ്ട ഒരു ടാസ്ക്കാണ്. അതാണ് നമ്മൾ മാമത്ത് ടാസ്ക് എന്ന് പറയുന്നത്. സോ ഇൻ ഇന്ത്യ ദ മാമത്ത് ടാസ്ക് ഓഫ് മെഷറിംഗ് ദ GDP ഈസ് അണ്ടർടേക്കൺ ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ് മിനിസ്ട്രി. അതാണ് റോങ്. നമുക്കറിയാം ഫസ്റ്റ് പാർട്ട് ഈസ് ഓക്കെ. ഈ GDP അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് കാണുക എന്നുള്ളത് വളരെ ഒരു ഹെർക്കൂലിയൻ ടാസ്ക് തന്നെയാണ്. ദാറ്റ്സ് കറക്റ്റ്. ബട്ട് സീ ദ ലാസ്റ്റ് പാർട്ട്, ഇത് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് മിനിസ്ട്രി ആണോ? അല്ല. അവിടെ അതേ റോൾ തന്നെ ആർക്കും വരുന്നുണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റും വരുന്നുണ്ട്. സോ ഇതാണ് റോങ് ആയിട്ടുള്ള സെൻറ്റൻസ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ C. Now question number 22. Which among the very easy question. Which among the following is included in the primary sector? പ്രത്യേകിച്ച് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കറിയാം ഇതിൽ പ്രൈമറിയിൽ വരുന്നത് ഡയറി ഫാമിംഗ് മാത്രമാണ്. ബാക്കിയെല്ലാം either secondary or tertiary ആണ്. Question number 23. Again one easy question. GDP is a total value of all goods and services, all final goods and services, all intermediate goods and services, all intermediate and final goods and services. അത്ര ഈസി അല്ലല്ലോ. ഒരുപാട് നിങ്ങൾക്ക് അവിടെ സിമിലർ ആയിട്ട് നിങ്ങൾക്ക് ഇത് ഈ ക്വസ്റ്റിൻ്റെ ഓപ്ഷൻ ഇല്ലാതെയാണ് തന്നിരുന്നെങ്കിൽ പലർക്കും ഈസി ആയിട്ട് കിട്ടിയിരുന്നു. ഇവിടെ സിമിലർ ആയിട്ട് ഒരുപാട് ഓപ്ഷൻ വന്നപ്പോൾ നിങ്ങളിപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടായിരിക്കും. പ്രത്യേക കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. നമുക്കറിയാം GDP എന്ന് പറയുന്നത് എന്താണ്? ഓൾ ഇറ്റ്സ് എ വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. Question number 24. Which one of the following sector is the largest employer in India? പലപ്പോഴും കേട്ട് പരിചയമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. കറക്റ്റ് ആൻസർ പ്രൈമറി സെക്ടറാണ്.
ഓക്കെ, ഇനി വരുന്നത് സെക്ഷൻ ബി ആണ്. നമുക്കറിയാം സെക്ഷൻ ബിയിലാണ് നമുക്ക് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഫസ്റ്റ് ഒരു പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി വരാവുന്ന എല്ലാ പിക്ചർ ബേസ്ഡ് ക്വസ്റ്റിനെ കുറിച്ച് അതുപോലെ കാർട്ടൂൺ ബേസ്ഡ് ക്വസ്റ്റിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കാണുക. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ ഇൻസ്ക്രിപ്ഷൻ റിട്ടൺ ഓൺ ദി സോഡ് അക്കോർഡിംഗ് ടു ദ പെയിൻറ്റിംഗ് ബൈ ലോറൻസ് ക്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ ഒരു ബ്രസ്റ്റ് പ്ലേറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു കാര്യം. എന്തായിരുന്നു അത്? ഹീറോയിസം ആണോ, റെഡിനെസ് ടു ഫൈറ്റ് ആണോ, ഓ ദ ജർമ്മൻ സോഡ് ഗാർഡ്സ് ജർമ്മൻ റെയിൻ ആണോ? നമുക്കറിയാം ഈ ഒരു സെൻറ്റൻസ് ആയിരുന്നു ആ ഒരു ഇൻസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. സോ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 26, ഈസി ക്വസ്റ്റ്യൻ. ചീഫ് മിനിസ്റ്റർ ഡേഷ് വാസ് ദ ആർക്കിടെക്ട് ഓഫ് ജർമ്മൻ യൂണിഫിക്കേഷൻ. പലപ്പോഴും കേട്ട് പരിചയമുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒട്ടോ വോൺ ബിസ്മാർക്ക് ഈസ് ദ ആൻസർ. Question number 27. Who among the following was the English poet who organized funds and fought in the Greek War of Independence? നമ്മൾ പറഞ്ഞ കാര്യമായിരുന്നല്ലോ, ഗ്രീക്ക് വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ ഹെൽപ്പ് ചെയ്ത ഇംഗ്ലീഷ് പോയിറ്റ്. അദ്ദേഹം ഹെൽപ്പ് ചെയ്ത് മാത്രമല്ല, അദ്ദേഹം ഒരു വാറിലെ കൊല്ലപ്പെടുകയോട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ലോർഡ് ബൈറൻ ആണ്. നിങ്ങളാരും കൊണ്ടുപോയിട്ട് വില്യം ഷേക്സ്പിയർ ഒന്നും ബബിൾ ചെയ്യരുത്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 28. ഇതും ആ ഒരു ടോപ്പിക്കും ബന്ധപ്പെട്ടിരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്, റിലേറ്റഡ് ടു ഗ്രീസ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഡാഷ് റെക്കഗ്നൈസ്ഡ് ഗ്രീസ് ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് നാഷൻ. ഫൈനലി ആ വാറിന് ശേഷം ഗ്രീസ് ഒരു ഇൻഡിപെൻഡൻറ്റ് നാഷനായി മാറി. നമ്മളിതെല്ലാം വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് ട്രീറ്റിയോടെ കൂടിയാണ് ഗ്രീസ് ഒരു ഇൻഡിപെൻഡൻറ്റ് നാഷനായി മാറിയത്? പാരീസ് ആണോ, കോൺസ്റ്റാന്റിനോപ്പിൾ ആണോ, വേഴ്സൈൽസ് ആണോ, വിയന്ന ആണോ? ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ബി, ട്രീറ്റി ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ആണ് കറക്റ്റ് ആൻസർ. Now question number 30 from geography. Which of the following methods does not help in soil conservation? നിങ്ങൾ ഇത്തരം ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ച് നോക്കണം. ചിലപ്പോൾ ഈ ഒരു വേർഡ് ഇടയിൽ വന്നിട്ടുണ്ടായിരിക്കും, നിങ്ങൾ പലപ്പോഴും നോട്ട് ചെയ്യില്ല. അവിടെ ഡസ് നോട്ട് എന്ന് കൊടുത്തിരിക്കുന്നത് ഈ പറഞ്ഞതിൽ സോയിൽ കൺസർവേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാത്തത് ഏതാ? കോണ്ടൂർ പഫിംഗ് ആണോ, സ്ട്രിപ്പ് ക്രോപ്പിംഗ് ആണോ, ക്രിയേറ്റിംഗ് ഷെൽട്ടർ ബെൽറ്റ്സ് ആണോ, പ്ലോവിംഗ് അപ്പ് ആൻഡ് ഡൗൺ ദ സ്ലോപ്പ് ആണോ? നമുക്കറിയാം കോണ്ടൂർ പഫിംഗ് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യുന്നതാണ്, സ്ട്രിപ്പ് ക്രോപ്പിംഗ് ഹെൽപ്പ് ചെയ്യുന്നതാണ്, ഷെൽട്ടർ ബെൽറ്റ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഈ പ്ലവിംഗ് അപ്പ് ആൻഡ് ഡൗൺ ദ സ്ലോപ്പ് ഒരിക്കലും നമുക്ക് ഈ സോയിൽ ഇറോഷൻ തടയാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 31. ദ ഡാഷ് ആൻഡ് ഡാഷ് ഹാവ് ദ പവർ ടു റേസ് റിസോഴ്സസ് ബൈ ലെവിയിങ് ടാക്സസ് ഇൻ ഓർഡർ ടു ക്യാരി ഓൺ ദ ഗവൺമെൻറ് ആക്ടിവിറ്റീസ്. നമ്മൾ പറഞ്ഞ കാര്യമായിരുന്നു, ഒരു ഫെഡറൽ കൺട്രിയിൽ അല്ലേ നമുക്ക് ഒരു ഗവൺമെൻറ് ഒരു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടായിരിക്കണം. സോ ഇന്ത്യയിൽ വൺ ഓഫ് ദ മെയിൻ സോഴ്സ് ഓഫ് ഗവൺമെൻറ് ഇൻകം എന്ന് പറയുന്നത് ഏതാ? ടാക്സ് ആണ്. അപ്പോൾ ഇന്ത്യ ഒരു ഫെഡറേഷൻ ആയതുകൊണ്ട് തന്നെ ഏത് ലെവൽ ഓഫ് ഗവൺമെൻറ്റൊക്കെയാണ് ഈ ടാക്സ് ലെവി ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളത്, ടാക്സ് ഇമ്പോസ് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളത്? യൂണിയൻ ഗവൺമെൻറ് മാത്രമാണോ, സ്റ്റേറ്റ് ഗവൺമെൻറ് മാത്രമാണോ? അഗെയിൻ ഒരു ഓപ്ഷൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, ലീവ് ഇറ്റ്. ദെൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. നമുക്കറിയാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫെഡറലിസത്തിൻ്റെ ഫീച്ചേഴ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ലെവലിൻ്റെയും റവന്യൂ സോഴ്സ് അവിടെ ക്ലിയർലി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഈ രണ്ട് ലെവൽ ഓഫ് ഗവൺമെൻറ്റിനും ടാക്സ് ലെവി ചെയ്യാനുള്ള പവറുണ്ട്. നൗ 32, an easy question. Identify the subject that are included in the concurrent list. കൺകറൻറ്റ് ലിസ്റ്റിൽ മാത്രമാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. അതിൽ വരുന്ന സബ്ജക്റ്റ് ഏതൊക്കെയാണ്? ഞാൻ എല്ലാ ഓപ്ഷനും വായിക്കുന്നില്ല, വേണ്ടത് നിങ്ങൾ ജസ്റ്റ് വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കുക, എന്നിട്ട് വീണ്ടും പ്ലേ ചെയ്യുക. നമുക്കറിയാം ഓപ്ഷൻ ഏതായിരിക്കും? ബി ആണ് കറക്റ്റ് ആൻസർ. എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ് ആൻഡ് ട്രേഡ് യൂണിയനാണ് കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ, ഈ തന്ന ഓപ്ഷനിൽ വരുന്ന കാര്യങ്ങൾ. ഇവിടെ ഒരുപാട് വരുന്നു നമുക്കറിയാലോ. നൗ 33. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 33 ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ ഇങ്ങനെയാണ്: ദ യൂണിയൻ, സ്റ്റേറ്റ് ആൻഡ് കൺകറൻറ്റ് ലിസ്റ്റ് ടുഗെദർ കംസ് അണ്ടർ റെസിജ്വറി സബ്ജക്റ്റ്. നമ്മളങ്ങനെ കാര്യം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മൾ പഠിച്ച കാര്യം എന്തായിരുന്നു? റെസിജ്വറി സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇനി വരാൻ പോകുന്ന കാര്യങ്ങളാണ്, നിയമങ്ങളാണ്. അത് വരുന്ന ഇതിലായിരിക്കും? റെസിജ്വറി സബ്ജക്റ്റിലായിരിക്കും, ലിസ്റ്റിലായിരിക്കും. അത് ഹാൻഡിൽ ചെയ്യാനുള്ള പവർ കൊടുത്തിരിക്കുന്നത് യൂണിയൻ ഗവൺമെൻറ്റിനാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം അങ്ങനെയല്ലല്ലോ. ഇതിൽ പറഞ്ഞാൽ എന്താ? യൂണിയൻ ഗവൺമെൻറ്റും യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കൺകറൻറ്റ് ലിസ്റ്റും എല്ലാം വരുന്നത് റെസിജ്വറി സബ്ജക്റ്റിലാണ് എന്നാണ്. അത് ടോട്ടലി റോങ് ആണ്. അപ്പോൾ നമുക്ക് അസേർഷൻ റോങ് എന്ന് കിട്ടി. നമുക്ക് റീസൺ നോക്കാം. ഫോർ സബ്ജക്ട് ദാറ്റ് കെയിം അപ്പ് ആഫ്റ്റർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് മെയ്ഡ് ഓൺലി ദ യൂണിയൻ ഗവൺമെൻറ് ഹാസ് ദ പവർ ടു ലെജിസ്ലേറ്റ്. നമുക്കറിയുന്ന കാര്യം, അപ്പോൾ പറഞ്ഞ കാര്യം തന്നെ.
കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതപ്പെട്ട സമയത്ത് അതിൽ ഇൻക്ലൂഡ് ചെയ്യാതെ ഇനി വരുന്ന സൈബർ ലോസ് മുതലായിട്ടുള്ള പുതിയ കാര്യങ്ങളൊക്കെ വരുന്നതാണ് റെസിജ്വറി ലിസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ അതോറിറ്റി ആരാണ്? യൂണിയൻ ഗവൺമെൻറ്റാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ റീസൺ കറക്റ്റാണ്. സോ അസേർഷൻ ഈസ് റോങ് ആൻഡ് റീസൺ ഈസ് കറക്റ്റ്. സോ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഡി. എ ഈസ് ഫോൾസ് ബട്ട് ആർ ഈസ് ട്രൂ. നൗ 34. ഇതൊരു മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കിപ്പോൾ ജസ്റ്റ് ഈ ഓപ്ഷൻ നോക്കാൻ നമുക്ക് ടൈം കളയണ്ട, ജസ്റ്റ് തന്നെ മൈൻഡ് ചെയ്ത് പോകാം. യൂണിറ്ററി സിസ്റ്റം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യത്തിലേക്ക് വരാം. നമ്മൾ പഠിച്ച കാര്യമായിരുന്നു ഗ്രാമപഞ്ചായത്ത് അല്ലേ? ഗ്രാമപഞ്ചായത്തിന് ഹെഡ് അറിയപ്പെടുന്ന പേരെന്താണ്? സർപ്പഞ്ച്. നമ്മൾ പഠിച്ച കാര്യമായിരുന്നു. സോ സി വരുന്നത് 1 ആണ്. ഇനി പഞ്ചായത്ത് സമിതി, അതിന് മറ്റൊരു പേരെന്തായിരുന്നു? അത് 2 പേര് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ബ്ലോക്ക് പഞ്ചായത്ത് എന്നും മറ്റൊരു പേരായിരുന്നു മണ്ഡൽ. സോ ഡി 2 ആണ്. ഇനി ഫെഡറൽ സിസ്റ്റം, ഇനി നമുക്ക് 2 ഓപ്ഷനാണ് വരുന്നത്, ബെൽജിയവും ശ്രീലങ്കയും. ഇതിൽ കൂടുതലായിട്ട് ഫെഡറലിസമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഏതായിരിക്കും? നമുക്കറിയാം ഡെഫിനറ്റ്ലി ബെൽജിയം ആണല്ലോ. കാരണം അവിടെ അവർ അക്കോമഡേഷൻ കൊണ്ടുവന്നു, അവർ പവർ നന്നായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. സോ അവിടെ കാണുന്നത് ഫെഡറൽ സിസ്റ്റമാണ്. ബട്ട് ശ്രീലങ്കയിൽ അങ്ങനെ ആയിരുന്നില്ല. ഒരു ലെവലിൽ മാത്രമാണ് കൂടുതൽ പവർ വരുന്നത്. അവിടെ ഫെഡറേഷൻ ഇല്ല. അതിന് പകരം അവിടെ ഉള്ളതാണ് യൂണിറ്ററി സിസ്റ്റം. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 35. When power is taken away from central and state government and given to local government bodies, what is it called? ഈസി ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ച കാര്യമായിരുന്നു. സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും അവരുടെ കുറച്ച് പവേഴ്സ് ലോക്കൽ ഗവൺമെൻറ്റിന് കൂടി ഷെയർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് അറിയപ്പെടുന്ന പേരാണ് ഡീസെൻട്രലൈസേഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 36. A government formed by the coming together of at least 2 political parties is called. അല്ലെ, 2-ൽ കൂടുതൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതാണ് എന്ത്? ഒരിക്കലും അത് ഗവൺമെൻറ് കാര്യമല്ല, യൂണിറ്ററി ഗവൺമെൻറ് അല്ല, ഫെഡറൽ ഗവൺമെൻറ്റും അല്ല. സോ ഇറ്റ് ഈസ്, നമ്മൾ പലതവണ പഠിച്ച കാര്യമായിരുന്നു, കൊലീഷൻ ഗവൺമെൻറ്. നൗ 37. Identify the independent institution that has been created in each state to conduct പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പൽ ഇലക്ഷൻ. നമ്മൾ പഠിച്ച കാര്യമായിരുന്നു. ഡീസെൻട്രലൈസേഷൻ ആക്ടിൽ പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു? Election should be conducted regularly to the local bodies also, and who will supervise that? State Election Commission. So ഇവരാണ് elections കണ്ടക്ട് ചെയ്യുന്നത്. Question number 38. Dash is a system of government in which the power is divided between a central authority and various constituent units of a country. പ്രത്യേകിച്ച് ഓപ്ഷന് ആവശ്യം വരുന്നില്ല. ഈ ഒരു പവർ ഷെയറിംഗ് വരുന്ന എവിടെയാണ്? ഫെഡറലിസത്തിൽ മാത്രമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഈസി വൺ. ഹു ഹോസ്റ്റഡ് ദ വിയന്ന കോൺഗ്രസ്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മെറ്റേണിച്ചാണ് വിയന്ന കോൺഗ്രസ് ഹോസ്റ്റ് ചെയ്തത്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 40. അതൊരു ഓർഡർ അറേഞ്ച് ചെയ്യാനുള്ള, ഒരു സീക്വൻസ് അറേഞ്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇവിടെ ഓപ്ഷൻ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഓപ്ഷൻ നോക്കണ്ട, ആൻസറിൽ വരുന്ന ഓപ്ഷൻസ് നോക്കണ്ട. നിങ്ങൾ ജസ്റ്റ് ഇവിടെ നമുക്ക് അറേഞ്ച് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വരുന്നത് എങ്ങനെയാണ്? സെയിൽ ഇൻ ഷോപ്സ് ആൻഡ് ഷോറൂം, സ്പിന്നിങ് ദ യാൺ, ഹാർവെസ്റ്റിംഗ് ദ കോട്ടൺ ഫൈബർ. അതായത് നമ്മൾ പഠിച്ച ഏത് ചാപ്റ്റർ ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യനാണ്? ഹോപ്പ് യു നോ ദാറ്റ് ഫ്രം അഗ്രികൾച്ചർ. നമ്മളവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു കോട്ടൺ. അപ്പോൾ ആ കോട്ടണുമായി റിലേറ്റ് ചെയ്ത് വരുന്നൊരു ക്വസ്റ്റ്യനാണിത്. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഏതായിരിക്കും? നമുക്ക് ഒരായിട്ട് നോക്കാം. എന്തായാലും നമുക്കറിയാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? കോട്ടൺ അവിടെ ഹാർവെസ്റ്റ് ചെയ്യണമല്ലോ. സോ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ. ഇതാണ് ഫസ്റ്റ് വൺ. പിന്നെ വരുന്നത് എന്തായിരിക്കും? നമുക്കത് സ്പിൻ ചെയ്തിട്ട് ആ യാണ് സ്പിൻ ചെയ്യണം. അതാണ് സെക്കൻഡായിട്ട് വരുന്നത്. പിന്നീട് നമ്മൾ ആ ഫൈനൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും? ഷോപ്പിൽ അല്ലെങ്കിൽ ഷോറൂമിലൊക്കെ നമ്മളത് സെയിൽ ചെയ്യുന്നു. സോ എങ്ങനെയാണ് അതിൻ്റെ ഓർഡർ വരുന്നത്? നൗ ക്വസ്റ്റ്യൻ നമ്പർ 41. Which of the following types of activities come under the primary sector? It generates service rather than goods. ആണോ? നമുക്കറിയാം ഒരിക്കലും പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത് സർവീസ് ജനറേറ്റ് ചെയ്യുന്ന സെക്ടർ അല്ല. സോ എ റോങ് ആണ്. നൗ ഇറ്റ് ഇൻക്ലൂഡ്സ് ഡയറി, ഫിഷിംഗ് ആൻഡ് അഗ്രികൾച്ചർ. നമുക്കറിയാം അതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ദെൻ നാച്ചുറൽ പ്രൊഡക്ട്സ് ആർ ചേഞ്ച്ഡ് ത്രൂ പ്രോസസ്സിങ്. അത് ഏതിലാണ് വരുന്നത്? അത് സെക്കൻഡറി സെക്ടറാണ്. നമുക്കറിയാം ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ബേസിക് ആസ് വെൽ ആസ് ന്യൂ സർവീസസ്. അത് വരുന്നത് ടെറിഷറി സെക്ടറിലാണ്. സോ ഓൺലി ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് വൺ. Now question number 41. All the 3 levels of economic activities are highly
ഇൻഡിപെൻഡൻ്റ് ആണോ, റിസോഴ്സ്ഫുൾ ആണോ, ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണോ, നൺ ഓഫ് ദ എബോവ്. നമുക്കറിയാം പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറും ടെർഷറി സെക്ടറും എല്ലാം പരസ്പരം ഒരു റിലേഷൻ വരുന്നില്ലേ, അല്ലേ? ഒന്നിൻ്റെ ഹെൽപ്പില്ലാതെ മറ്റൊരു സെക്ടറിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ എന്തായിരിക്കും, അവർ പരസ്പരം ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 42. In any country, several services such as hospitals, education institutions, post and telegraph services, police station, courts, defense, banks, etc. can be considered as. നമ്മൾ ഇതേ കാര്യം ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത സമയത്ത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആളുകളുടെ കയ്യിൽ കുറച്ചുകൂടെ പണം കൂടിയ സമയത്ത് അവർ ഇത്തരം ഒരുപാട് സർവീസ് അവർക്ക് വേണം, അല്ല ഇത് പണം എല്ലാവർക്കും വേണ്ട കാര്യമായിരുന്നു. ഇതിന് പുറമെ നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യമായിരുന്നു, പണം കയ്യിൽ വന്നത് കാരണം നൗ ദേ ആർ ഡിമാൻഡിങ് ഫോർ മോർ എൻ്റർടൈൻമെൻറ്റ്സ് ആൾസോ. പക്ഷേ ഇത് വരുന്ന എന്താ, ഈ പോലീസ് സ്റ്റേഷനും കോർട്ടും എല്ലാം എന്ത് സർവീസാണ്? ഇൻ്റർമീഡിയറ്റ് സർവീസാണോ, സെക്കൻഡറി സർവീസാണോ, IT സർവീസാണോ, ഓർ ബേസിക് സർവീസാണോ? നമുക്കറിയാം ഇതെല്ലാം ബേസിക് സർവീസാണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് വൺ. Now question number 43. Identify the new services based on information technology that has become absolutely essential. ഏതായിരിക്കും? നമുക്കറിയാം കമ്പൈൻ ഹാർവെസ്റ്റർ ട്രാക്ടേഴ്സ്, അതെല്ലാം സെക്കൻഡറി ഇതിൽ വരുന്നതാണ്. പ്രിൻറ്റേഴ്സ്, ഡയേഴ്സ്, പ്രോസസ്സ് അതും ഇതിൽ വരുന്നതല്ല. ഇവിടെ പറഞ്ഞ കാര്യം എന്താ, ന്യൂ സർവീസസ് ബേസ്ഡ് ഓൺ IT. അതിപ്പോൾ നമ്മളെല്ലാവരും നമുക്കത് എസെൻഷ്യലാണ്, നമുക്കത് ഒരിക്കലും നമ്മുടെ ലൈഫിൻ്റെ ഇൻ്റഗ്രൽ പാർട്ടായി മാറിക്കഴിഞ്ഞു, നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അത്തരം സർവീസാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഓപ്ഷൻ സി ആണ് കറക്റ്റ് വരുന്നത്. ATM ബൂത്ത്, ഇൻ്റർനെറ്റ്, കോൾ സെൻറ്റേഴ്സ് എക്സെട്ര. നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നത് പോലും ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെയാണെന്ന് ഓർക്കുക. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 44. ഇതൊരു അസർഷൻ റിസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. Not every good or service that is produced and sold needs to be counted to know the total production each sector. നമുക്കറിയുന്ന കാര്യമാണ്. നമ്മളവിടെ മെയിനായിട്ട് കൗണ്ട് ചെയ്യുന്നത് എന്താ, ആ ഫൈനൽ ഗുഡിൻ്റെ വാല്യൂ മാത്രമാണ് നമ്മളവിടെ കൗണ്ട് ചെയ്യുന്നത്. സോ ഇത് ഓപ്ഷൻ അസേർഷൻ കറക്റ്റാണ്. ഇനി റീസൺ നോക്കാം. ദ വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ഓൾറെഡി ഇൻക്ലൂഡ്സ് ദ വാല്യൂ ഓഫ് ഓൾ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്. നമ്മൾ അതുകൊണ്ടാണല്ലോ അത് വീണ്ടും കൗണ്ട് ചെയ്യാത്തത്. ഫൈനൽ പ്രൊഡക്റ്റ് നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ എതുകൂടെ വരുന്നുണ്ട്, അതിൽ യൂസ് ചെയ്യുന്ന ഇൻ്റർമീഡിയറ്റ് ഗുഡിൻ്റെ വാല്യൂ കൂടുതൽ ഇൻക്ലൂഡഡ് ആണ്. സോ അവിടെ റീസണും കറക്റ്റാണ്, അസേർഷനും കറക്റ്റാണ്, രണ്ടും തമ്മിൽ റിലേഷനും വരുന്നില്ലേ. സോ ബോത്ത് A and R are true. Both A and R are true and R is the correct explanation of A. Now, question number 45. The broken chain signifies. എന്താണ്? ഫ്രീഡം. നമുക്കറിയാം, പ്രത്യേകിച്ചൊന്നും എക്സ്പ്ലനേഷൻ ആവശ്യം വരുന്നില്ല, പലപ്പോഴും ഡിസ്കസ് ചെയ്ത കാര്യമായിരുന്നു. നമ്മൾ പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രീഡമാണ് ബ്രോക്കൺ ചെയിൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ബ്രോക്കൺ ചെയിൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, അതിൽ ആ ഒരു വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി സെക്ഷൻ സി ആണ് വരുന്നത്, കേസ് സ്റ്റഡിയാണ്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ ചെയ്ത് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കമൻ്റ് ആയിട്ട് ചോദിക്കാം. ഇനി നമുക്ക് മാപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ മാപ്പിൽ കൊടുത്തിരിക്കുന്ന നമുക്കറിയാം 2 മാപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക, രണ്ടും കമ്പൽസറി ആണ്, രണ്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഓൺ ദ പൊളിറ്റിക്കൽ ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ഇന്ത്യ A ഈസ് മാർക്ക്ഡ് ആസ് എ ഡാം. എല്ലാവരും മാപ്പ് ക്വസ്റ്റ്യൻ എല്ലാം പഠിച്ചു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉറപ്പായിട്ട് മാർക്ക് കിട്ടുന്ന ഏരിയയാണ്, മാർക്ക് വെറുതെ കളയരുത്. ഈ ഭാഗത്ത് വരുന്ന ഏതായിരിക്കും ഡാം വരുന്നത്? സലാലാണോ, ബക്രാനഗലാണോ, ടെഹ്രിയാണോ, ഓർ റാണ പ്രതാപ് സാഗർ ഡാം? അറിയാമെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ സി തെഹ്രിയാണ് അവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഡാം. ഇനി ഓൺ ദ സെയിം മാപ്പ് ബി ഈസ് ആൾസോ മാർക്ക്ഡ് ആസ് എ മേജർ കോഫി കൾട്ടിവേറ്റിംഗ് സ്റ്റേറ്റ്. നമുക്ക് പെട്ടെന്ന് കിട്ടുമല്ലോ ഈ ഭാഗത്ത് വരുന്ന സ്റ്റേറ്റ് ഏതാ? ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ആണല്ലോ, എല്ലാവർക്കും അറിയാൻ വിചാരിക്കുന്നു. ഇറ്റ്സ് ഫേമസ് ഫോർ കോഫി പ്രൊഡക്ഷൻ. ആസാമാണോ, കർണാടകയാണോ, ബീഹാറാണോ, ഗുജറാത്താണോ? നോ ഡൗട്ട് ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, കർണാടക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്തരം മാക്സിമം നിങ്ങൾ വർക്ക്ഷീറ്റ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് വീഡിയോയിൽ കമൻ്റായിട്ട് എഴുതാം. താങ്ക്സ് ഫോർ വാച്ചിങ്.